ഹായ് ഹലോ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. കാണാം. പാമ്പ് പടവൊരിച്ചിട്ടിരിക്കുന്നതാണ്. ബാക്കി എവിടെ? അത് പാലാണ്. പാമ്പ് പടവൊരിച്ചിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം. ഇതൊരു ഭാഗം, ഇതൊരു ഭാഗം. ഇങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോഴാണ് ആ പാമ്പ് കയറി വന്നാലുള്ളൊരവസ്ഥ. അപ്പോൾ പാമ്പ് പടവൊരിച്ച് വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ട്. പിന്നെ ഇനി ഒരു കാട് വെട്ടിത്തെളിച്ച് കരിച്ചിട്ടിരിക്കുന്നത് കാണിച്ചു തരാം. ഇത് ഭയാനകമായ ഒരു കാടായിരുന്നു. ആ കാട് വെട്ടിത്തെളിച്ച് അവർ ഇങ്ങനെ വെട്ടി അങ്ങിട്ടിട്ട് പോയി. അതിങ്ങനെ കരിയിലയായി അവിടെ കൂമ്പാരം കണക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇവിടെ അവർ താമസിക്കാത്തതുകൊണ്ട് അവർക്ക് യാതൊരുവിധ ശല്യങ്ങളും ഇല്ല. ഇവിടെ അയലത്തൊക്കെ താമസിക്കുന്ന നമ്മൾ കാണാം. ഇവിടെ അടുത്തൊക്കെ വീടുകളുണ്ട്. കണ്ടോ, ഞങ്ങൾക്കാണ് ഇത്രയും ബുദ്ധിമുട്ട്. ഈ നേരത്തെ കണ്ട ആ സംഭവം പടവൊരിച്ച് വെച്ചേക്കുന്ന ആ പാമ്പ്, അതിൻ്റെ കുഞ്ഞുകുട്ടി, കുടുംബക്കാരെല്ലാം ഇവിടെ കാണും. അങ്ങനെ അവരെല്ലാവരും ഉള്ള ഈ ഒരു സ്ഥലത്തിനടുത്താണ് ഞങ്ങളും താമസിക്കുന്നത്. അപ്പോൾ അവരിങ്ങോട്ടൊക്കെ കയറി വരും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെയൊക്കെ വിസിറ്റ് ചെയ്തിട്ട് പോകാറുണ്ട്. ഞങ്ങൾ പേടിച്ചാണ് ഇവിടെ വെളിയിലൊക്കെ രാത്രിയാകുമ്പോൾ ഇറങ്ങുന്നത്. കാരണം എവിടെയെങ്കിലും കിടന്നാൽ അറിയത്തില്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലാവിനെ ചുമന്ന് നിൽക്കുന്ന തെങ്ങിനെ കണ്ട അതിൻ്റെ ആരോഗ്യം നോക്കിയാണ്. എന്താരോഗ്യമുള്ള ഒരു തെങ്ങാണ്. ആ പ്ലാവിനെ ചുമന്ന് അതിൻ്റെ ഒരു ശിഖരത്തിനെ ചുമന്നുകൊണ്ട് നിൽക്കുന്നതെന്ന് നോക്കി. ഇതൊക്കെയാണ് കാഴ്ച. എന്നാലും ഇത്രയും വലിയൊരു പാമ്പ് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അതിൻ്റെ തലഭാഗവും വാലും എല്ലാം പല പല സ്ഥലത്തായിട്ടാണ്. ഇവിടെ നിന്നാണ് ഇപ്പോൾ ഇറങ്ങി വരികയാണെങ്കിൽ ഞാൻ ഓടിത്തള്ളേണ്ടി വരും.